ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇത്. മീൻകാരൻ വന്നപ്പോഴത്തേക്ക് ഇത്തിരി വലിയ മത്തി കിട്ടി. അപ്പം ഞാൻ ഓർത്തു ഒത്തിരി ദിവസമായില്ലേ മീനൊക്കെ വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്. അപ്പം ഈ ഒരു മത്തി ഒരു 1/2 കിലോ ഉള്ളൂ കേട്ടോ. നല്ല വിലയാണ് മത്തിക്കൊക്കെ. ഇപ്പം ഒരു 1/2 കിലോ മത്തി മേടിച്ചിട്ടുണ്ട്. ഒരു 7-8 എണ്ണേ ഉള്ളൂ, 3, 6, 8 എണ്ണേ ഉള്ളൂ. നല്ല മുട്ട മത്തി 1/2 കിലോ മത്തി. ഇത് പക്ഷെ ഒത്തിരി ആളായി മത്തി കൂട്ടിയിട്ടല്ലേ? നല്ല കിടില മത്തിയാണ്. അപ്പം ഇതുകൊണ്ട് നമുക്കിന്ന് നല്ലൊരു ഐറ്റം ചെയ്യാം. ചോറിനോ അല്ല ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിൽ ഇത്ര മത്തി കിട്ടിയിട്ട് നമുക്ക് ഒത്തിരി ആളായി അല്ലേ? നല്ല മത്തിയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ. വാ, ഇതൊക്കെയാണ് ഇത്. വാ, ഞാനിവിടെ സഹായിക്കാം നീ വെട്ടിയെടുക്കാൻ. ഇപ്പം അതേണ്ടേ മത്തിയൊക്കെ റെഡിയാക്കി നല്ലൊരു വെട്ടി വൃത്തിയാക്കി കഴിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മളൊരു ചെറിയ അളവിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ മത്തിയും കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ കുരുമുളക് ഇട്ട് മത്തി പറ്റിച്ചെടുക്കുക. അതാണ് നമ്മുടെ റെസിപ്പി. ഇപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ. നമുക്ക് ആദ്യമേ തന്നെ ഒരു പാത്രം എടുത്തിട്ട് 1/2 കിലോ ഉള്ളൂ. അപ്പോൾ അതിനുള്ള കുരുമുളക് ആദ്യം അങ്ങോട്ട് എടുക്കുക. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതുണ്ട്. കുരുമുളകൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ എരിവിന് പാകത്തിന് വേണം കുരുമുളക് എടുക്കാനായിട്ട്. ചില കുരുമുളക് നല്ല എരിവാണ്. അതേപോലെ പച്ച കുരുമുളകാണേലും ഇതിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ കുരുമുളക് ആദ്യമേ അടുപ്പത്തോട്ടൊന്ന് വെച്ചിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരല്പം വെള്ളം മാത്രമേ, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ആ തീ ഒന്ന് കൂട്ടി വെക്കും, പെട്ടെന്നാവുമല്ലോ. ഇതുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇതല്ല, ഇതൊരുക്കെടുത്ത പാത്രത്തിലൂടെ എടുത്ത് കൊടുക്കുക. ഇതൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഇതേ കുരുമുളകൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതേപോലെ നമ്മൾ മസാലയൊക്കെ പൊടിക്കുന്ന ആ ജാറിൻ്റെ അകത്തോട്ട് ഈ തണുത്ത കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ കുരുമുളകൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയാണ്. ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി നല്ല പഴുത്ത് നോക്കി കട്ടായിരിക്കും അങ്ങോട്ട്. ഇപ്പോൾ തക്കാളി ഇപ്പോൾ 2 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാമെന്നുള്ളേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു തക്കാളി എടുത്ത്, പക്ഷേ ഒരെണ്ണം കൂടെ എടുക്കുകയാണ്. 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. കൊണ്ടായിരിക്കും അങ്ങോട്ട്. ഇനി നമുക്കിതുണ്ട് ഈ വെള്ളമില്ലേ, കുരുമുളക് വെന്ത വെള്ളമാണ്. ആ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, കാര്യം അത് അരയത്തക്ക രീതിയിൽ വേണം. ഇതൊരു ശകലമേ ഉള്ളല്ലോ, 1/2 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ, അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചിങ്ങോട്ട് എടുക്കുക എന്നുള്ളത് അടുത്ത പരിപാടി. അരച്ചോട്ട് ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. ഇത് തൽക്കാലം ഞാൻ മാറ്റി വെക്കുകയാണ്. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഞാൻ ഇതേപോലെ കടായിയാണ് വെക്കുന്നത്. എപ്പോഴും മൺചട്ടിക്കകത്തല്ലേ വെക്കുന്നത്, വല്ലപ്പോഴും ഒരു ചേഞ്ച് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവായും പൊട്ടിട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 10-12 വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ട് അത് ഇളക്കി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇത് കുറച്ച് കൊച്ചുള്ളിയാണ്, ഒന്ന് പൊട്ടിച്ചെടുത്ത കേട്ടോ, ഒന്ന് ചതച്ചെടുത്താണ്. ഏകദേശം ഒരു പിടി, ഇതേപോലെ ഒരു പിടി കൊച്ചുള്ളി. കാരണം ഇത് തേങ്ങ ഇല്ലാതെ ചെയ്യുന്ന, അതുകൊണ്ട് ഇച്ചിരി ഉള്ളി കൂടുതൽ തിന്നാലും കുഴപ്പമൊന്നുമില്ല. 2 പച്ചമുളക്. കാര്യം ഞാൻ കുരുമുളക് എടുത്തിരിക്കുന്ന 1.5 ടേബിൾ സ്പൂണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നാമായിട്ടുള്ള എരിവേ ഉള്ളൂ, നമുക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള എരിവേ കാണത്തുള്ളൂ. ഇനി ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പം കുരുമുളക് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു 1.5 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. അത് അധികം എരിവൊന്നുമില്ല കേട്ടോ. 2 പച്ചമുളകും കൂടെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് എരിവായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് ഒരു കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഈ ഉള്ളി പച്ചമുളക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതേപോലെ ഒരുപാട് സമയം കിടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കുരുമുളകും തക്കാളി മല്ലി എല്ലാം കൂടെ അരച്ചതാണ് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടി ഇട്ടെടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് എന്ന് കറക്കി ഇങ്ങോട്ട് ആ ജാറിൻ്റെ അകത്തുള്ള അരപ്പും വെള്ളവുമാണ് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഇടുകയാണ്. ഒരുപാട് വേണ്ട കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാണെന്നറിയോ, നമുക്ക് മീനൊന്നും വേണ്ട ആ രീതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പിഴുപുളി വേണമെങ്കിൽ ഒന്ന് വെള്ളത്തിട്ട് കുന്നതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുടംപുളിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കുടംപുളി ചേർക്കുന്നത്. പുളി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില പിച്ചി കയറി അങ്ങോട്ട് ഇനി ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി കൊടുക്കും. ഞാനൊന്ന് അടച്ചൊക്കെയാണ്. നല്ലപോലെ തിളക്കട്ടെ. പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ആ ചാറയിലൊക്കെ ഒന്ന് പിടിക്കണം. ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു. ഇപ്പോൾ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി അത് മൂടി വെച്ചാണ്. ഇപ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തിള വരുമ്പോഴത്തേക്കും നമുക്കിനി മത്തി അങ്ങോട്ട് പിറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ മത്തി മാത്രമല്ല അയലൊക്കെ ആണെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ പിറയ്ക്കേ ഉണ്ട്. അപ്പോൾ ഈ കറിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. മുളക് പൊടി ഒഴിവാക്കിക്കൊണ്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ മീനെല്ലാം നമ്മൾ പിറക്കിയിട്ട ശേഷം ആദ്യമേ ചട്ടുകം കൊണ്ട് ഇളക്കി കൊടുക്കും. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ മുകളിലോട്ട് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ഇടുക. പിന്നെ നമ്മൾ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇതിന് വെക്കേണ്ട ചെറിയ തീയിൽ വേണം റെഡിയാക്കി എടുക്കാൻ. കാര്യം മത്തിയല്ല പെട്ടെന്ന് തന്നെ വേവും. നല്ലപോലെ ഒരു തിളയായതിനു ശേഷം വേണം നമുക്ക് അതിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ നോക്കാൻ. പാകത്തിന് റെഡി ആയില്ലെങ്കിൽ മീൻ കറി ശരിയാകത്തില്ല. ഒരല്പം സമയം ഇരിക്കട്ടെ. ഇരുന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ തീയിൽ നമ്മളൊന്ന് അടച്ചു വെച്ചിരിക്കുന്നതാണ്. കാര്യം മീനൊന്ന് വേഗണ്ടേ. തുറന്ന് നോക്കിയിട്ട് നല്ലൊരു കൊതിപ്പിക്കുന്ന മണമാണ് ഇതിന്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പുകാർ. ചട്ടുകവും തവിയിട്ട് ഇളക്കല്ല. കാര്യം മത്തി ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് കറക്കി വെക്കണം. വേണ്ട ഇങ്ങനെ അടി കൂട്ടി ഇങ്ങനെ ഒന്ന് കറക്കണം. കാര്യം അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ തീ തന്നെ വേണം അത് റെഡിയാക്കി എടുക്കാൻ. ഇങ്ങനെ ഒന്ന് കറക്കി വേണം. അപ്പോൾ ഇത് ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും പോരാഴ്ചയായിട്ട് തോന്നുവാണെങ്കിൽ വെള്ളോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് പാകത്തിനെല്ലാം ഉണ്ട് കേട്ടോ. ഉപ്പും എരിവും പുളിയും ഒക്കെ ഉണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് കൂടെ ഇന്നിരിക്കട്ടെ ചെറിയ തീയിൽ. അപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മത്തിക്കറി റെഡിയാക്കിയിട്ടുണ്ട്. അടുപ്പൊക്കെ നിർത്താം. ഇനി ഒരുപാട് സമയം ഇരിക്കട്ടെ. എന്തായാലും അത് മൊത്തം വെന്ത് പൊടിഞ്ഞു പോകും. നമുക്ക് തുറന്നു പോകാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ പറ്റണമെന്നുണ്ടെങ്കിൽ അടുപ്പത്തിരുന്നാൽ മതി. ചെറിയ തീയിൽ കുറച്ച് സമയം കൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും അല്ല തുറന്ന് വെച്ചാൽ മതി. പെട്ടെന്ന് അത് പറ്റിക്കോളും. ഇതുണ്ട് അതെ റെഡിയാക്കിയ ഞാനിങ്ങോട്ട് മാറ്റുകയാണ്. ഒരല്പം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മീൻകറി വെക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പലർക്കും നല്ലപോലെ അറിയാം മീൻകറി വെക്കാൻ. പക്ഷേ എങ്കിൽ ഇതേ രീതി ചെയ്തിട്ടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കും. നല്ല അടിപൊളി ടേസ്റ്റായി. മുളക് പൊടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേ രീതി ഇച്ചിരി കുരുമുളകൊക്കെ അങ്ങോട്ട് അരച്ച് ചെയ്ത് നല്ല അടിപൊളി മത്തിക്കറി ഒന്ന് ചെയ്തു നോക്കും കേട്ടോ. നല്ല ടേസ്റ്റായി.
ഒരു പ്രാവശ്യമെങ്കിലും മീൻ മേടിക്കുമ്പോൾ ഇതിപ്പോൾ ഈ മത്തിയല്ല അയലയാണേലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.